എന്താ നീ കിതക്കണേ? ചേട്ടൻ 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 ജയിച്ചു. ഡിസ്റ്റൻഷനുണ്ട്. എന്നിട്ട് അവൻ എവിടെ? എന്തിനാ ഓടിയേ? വിളിച്ചോന്നൂടെ? ചേട്ടൻ ജയിച്ചവരെ അമ്മയടുത്ത് പറയാൻ വേണ്ടി ഓടിയതാ. മോനെ മാർക്ക് എത്രയുണ്ടാ? 491. ഡാ ചേട്ടനെ കണ്ടുപിടിക്കും. എന്താ മോനെ, എന്ത് പറ്റി നിനക്ക്? നമ്മുടെ ഗോപനില്ലേ? ആ, നിന്റെ കൂടെ പഠിക്കണ കുട്ടിയല്ലേ? അവൻ തോറ്റു. ആ കുട്ടി നന്നായി പഠിക്കണതല്ലേ? എന്തു പറ്റിയെന്ന് എനിക്കറിയില്ല. മോഡലിന് നല്ല മാർക്കുണ്ടായിരുന്ന. നീ അവനെ കണ്ടില്ലേ? ഇല്ല, കുട്ടനാ പറഞ്ഞ ലിസ്റ്റിൽ പേരില്ല. അവൻ വീട്ടിലുണ്ടാവും, ഞാൻ പോയി കണ്ടിട്ട് വരാം. മോനെ എന്തേലും കഴിച്ചിട്ട് പോടാ. വേണ്ട, പെട്ടെന്ന് വരാം. കുരുത്തം കെട്ടവനെ, എന്തിനാണ് നീ 2 കൊല്ലം വേഷം കെട്ടി സ്കൂളിൽ പോയേ? വായ നോക്കാനാ? തോറ്റിട്ട് വന്നിരിക്കുന്നു, നാണം കെട്ടവൻ. ഒരക്ഷരം മിണ്ടാതിരിക്കണം കണ്ടില്ലേ? അസത്ത്. അച്ഛനിപ്പോ അറിഞ്ഞു കാണും മോന്റെ വീരകഥ. അച്ഛനിങ്ങ് വരട്ടെ, ശരിയാക്കുന്നുണ്ട് നിന്നെ. ഇന്ന് 2-1 അറിയണം. എവിടെയെങ്കിലും പോയി തൊലയേ. അമ്മേ, ചേട്ടൻ. ഗോപൻ എന്തു പറഞ്ഞു? ആ മോനെ, ഗോപൻ എന്തു പറഞ്ഞു? ഞാൻ ചെന്നപ്പോ അവന്റെ അമ്മ അവനെ ചീത്ത പറയായിരുന്നു. ഞാൻ അങ്ങോട്ട് കയറിയില്ല, ഞാൻ അങ്ങോട്ട് പോന്നു. ഇതാ പറയണേ, കൈക്ക് എത്തിയാലും വായിക്കത്തില്ല. അമ്മേ, വെള്ളം. ആ മോഡൽ നല്ല മാർക്ക് ഉണ്ടായിരുന്നില്ലേ അവന്? ഇപ്പൊ തന്നെ എന്നെ കൊന്നേലടാ. നിന്റെ ചേട്ടനാ? അകത്തുണ്ട്. ആ, എവിടേക്കാ? ഷാപ്പിലേക്കാ? ഞാനും വരട്ടെ. കള്ളുകൂടിയാണോ മനസ്സിനോ. ഇത് കളിക്കാൻ പോകും. അത് കഴിഞ്ഞ് കുളിക്കാൻ പോകുമ്പോ ഞാനും വരട്ടെ. എനിക്ക് നീന്തൽ പഠിക്കാനാ. സമയം ഇപ്പൊ എത്രയായുള്ളൂ? ചോണ്ടിട്ട് പോവാം. രാഹുൽ നീ നീന്തൽ പഠിക്കാൻ പോണു? എന്നിട്ട് വേണം നിനക്ക് വല്ല പനിയും പിടിക്കാൻ. ദേ കഴിഞ്ഞ മാസേ പനി പിടിച്ച് പോയിട്ടുള്ളൂ. നീ എന്താ നീന്തൽ പിടിച്ച് വല്ല ഒളിമ്പിക്സിന് പോണാ? ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ചുമയോ പനിയോ പിടിച്ചിട്ട് ഇങ്ങോട്ട് വന്നണ്ടല്ലോ, എന്റെ സ്വഭാവം മാറും, പറഞ്ഞേക്കാം. എന്നെ നീന്തൽ പഠിപ്പിച്ച പോരെ? കുളത്തിലിപ്പം നല്ല വെള്ള കുറയട്ടെ. ചോറിനട്ടെ, നീ ഉണ്ടാ? അമ്മേ, ചോറുതാ, എനിക്ക് പോണം. മോനെ സൂക്ഷിച്ചു പോ. നീ വരുമ്പോഴേ ആ മണിയേട്ടന്റെ കടയിൽ നിന്ന് 2 കിലോ പഞ്ചസാര 1 പാക്കറ്റ് പാലും മേടിച്ചിട്ട് പോരെ? മേടിക്കാം. ഒരു മിനിറ്റ്, ഞാൻ ബാറ്റ് സ്റ്റമ്പ് എടുക്കട്ടെ. നീ തോർത്തുള്ളി വെച്ചോ. ആ ശരി. ബോൾ എവിടെയാ? അത് സന്ദീപിന്റെ കയ്യിലാ. കളി കഴിഞ്ഞ് അവൻ കൊണ്ടുപോയി. അവൻ ഗ്രൗണ്ടിൽ കാണും. വാ പോവാ. സൈക്കിൾ വിളിച്ചു ഒന്ന് പിടിച്ചേടാ. പോലെ സന്ദീപ് ബോൾ എടുത്തിണ്ടാ? അവനെന്തെല്ലാം കൊണ്ടുണ്ടേ.
ചേട്ടാ. അപ്പൊ ഇന്നത്തെ ടീമേ ഇന്നത്തെ സെയിം ടീം തന്നെ. ഞാനൊരു കാര്യം പറയട്ടെ, ഇവ എപ്പോഴെങ്ങനെ തന്നെയാ ഔട്ടായാലും സമ്മതിക്കില്ല. ഞാൻ ഔട്ടൊന്നുമില്ല. നടക്ക്. നീ കിട്ടി കളിക്കൂലേ, ബാക്കിയുള്ളവരെ കളിക്കാൻ സമ്മതിക്കൂലേ? കളി അലമ്പാക്കിയപ്പോ നിനക്ക് സമാനായില്ലേ? നല്ല വഴുക്കലുണ്ട് കേട്ടോ. തിരിച്ചാണ് കുറച്ച് കഴിഞ്ഞിട്ട് പോവാടാ. എനിക്ക് പോകണ്ടാ, എനിക്ക് കടയിൽ പോണം. നിന്റെ വീട്ടിൽ ഞാൻ സൈക്കിൾ എടുക്കുന്നുണ്ടാ. ഞങ്ങള് മുങ്ങാൻ പോയടാ. ആ ശരി, ഒരു മിനിറ്റ്. റെഡി അല്ലേ? ആ റെഡി. 1 2 3 സ്റ്റാർട്ട്. 1 2 3 4 5 6 7 8 അവൻ വന്നില്ലടാ. ജയിച്ചേ നോക്കണ്ടാ. ഞാനില്ല. എന്നാ ശരി, ഇനി ആരാ മണ്ണെടുത്ത് വരാൻ നോക്കാം. ഏയ് ഞാനില്ല. കേറ്. ഒരു മിനിറ്റ്, ശ്വാസം വലിക്കടാ. ആ റെഡി. ആ നീ എന്താ താമസിച്ചേ? വെറുതെ മനുഷ്യനെ പഠിപ്പിക്കാനായിട്ട്. അവിടെ 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 ഒരു ശവം. ഞാൻ കണ്ടേ. നീ വെറുതെ മനുഷ്യനെ പഠിപ്പിക്കല. ഒന്നുകൂടി പോയി നോക്കിയാലോ? വേണ്ട, എനിക്ക് പേടിയാ. നമുക്ക് പോവാ. സാറില്ല, നമുക്ക് ഒന്നുകൂടി പോയി നോക്കാം. ഞാൻ പോവാ. ഞാനും കയറി. ശരിയാ, ഞാൻ കണ്ടു. അവിടെ ഒരാള് കമ്മിട്ട്. സത്യം? ചുമന്ന ഷർട്ടാ. വാ, നമുക്ക് കയറി പോവാം. നിക്കടാ. നമുക്ക് ആരോടും പറയല്ലേ? വേണ്ട വേണ്ട, നീ ആവശ്യമായിട്ട് പണിക്കണ്ട. അതെ, ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മളൊന്നും കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല കേട്ടാ. നീ വാ.
നീ വന്നാ? ഗോപൻ നിന്റെ കൂടെ കളിക്കണ്ടായിരുന്നാ? ഇല്ല. അവന്റെ അമ്മ നിന്നെ അന്വേഷിച്ചു വന്നിരുന്നല്ലോ. അവൻ ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നില്ല. ഈ കുട്ടി വീട്ടുകാരോട് പറയേണ്ടത് എവിടെ പോയാണാവോ? അമ്മ പിടിച്ചാ ഞാൻ ഒന്ന് പോയി നോക്കിട്ട് വരാം. മോനെ, ഗോപനെ കണ്ടോ? ഇല്ല ആന്റി, ഞങ്ങൾ കളിക്കാൻ പോയിക്കായിരുന്നു. ഇന്ന് ഞങ്ങൾ അവനെ കണ്ടിട്ടില്ല. എന്തു പറ്റി ആന്റി? അവൻ ഉച്ചയ്ക്ക് ഊണ് പോലും കഴിക്കാതെ ഇറങ്ങിപ്പോയതാ. പരീക്ഷയിൽ തോറ്റതിന് ഞാൻ അവനെ കൊറേ വഴക്ക് പറഞ്ഞിരുന്നു. എനിക്കെന്തോ പേടിയാവുന്നു. ഞാൻ പോയി നോക്കിട്ട് വരാം. അവൻ എവിടെ പോവാനാ? ഇവിടെ എവിടെയെങ്കിലും കാണും. പേടിച്ചിട്ട് വരാട്ടാ. എന്താ എന്തുണ്ടായേ? പരീക്ഷയിൽ തോറ്റ എന്റെ കുട്ടീനെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു രാമേന്ദ്ര. ഉച്ചയ്ക്ക് മുമ്പ് ഇറങ്ങിപ്പോയതാ, ഇതുവരെ വന്നിട്ടില്ല. ഏട്ടത് വിഷമിക്കാതിരിക്കി, നമുക്ക് അന്വേഷിക്കാം. ഏട്ടനിതുവരെ വന്നില്ലേ? കുട്ടിയുടെ അച്ഛനെ ഈ നേരായിട്ടും കാണുന്നില്ല. ഞങ്ങളൊന്ന് നോക്കട്ടെ. വാരുണേ. പിന്നെ അവന്റെ കൂട്ടുകാരുടെ വീട്ടിലെങ്ങാനും? ഇല്ല, ഇന്ന് ഞങ്ങൾ ആരും അവനെ കണ്ടിട്ടില്ലേ. വാ. നീ നമ്മുടെ ചേട്ടന്റെ നമ്മുടെ ഗോപനാ? അവനാട് കണ്ടില്ലല്ലോ. എന്തേ? ഒന്നുമില്ല. നീ ഇപ്പൊ എവിടേക്കാ? അവിടെ ക്ലബിലേക്ക്. ശരി ശരി, വാ പോവാം. സാറേ ഞാൻ വിളിക്കാം. സാറേ നിർത്ത്. പിന്നെ അരുണേ, ഞാനിവിടെ സ്റ്റേഷൻ വരെ പോയിട്ട് വരാം. എനിക്ക് അവിടെ പരിചയമുള്ള കോൺസ്റ്റബിൾ ഉണ്ട്. ഞാനൊന്ന് സംസാരിക്കട്ടെ. നീ ഒരു കാര്യം ചെയ്യ്, രമേശിനെ കൂട്ടിയിട്ട് കൂട്ടുകാരെ വീട്ടിലൊക്കെ ഒന്ന് അന്വേഷിക്കും കേട്ടാ. പിന്നെ ഒരു മിനിറ്റ്, ഗോപൻ എന്ന് എന്ത് ഡ്രസ് ഇട്ടെന്ന് നിനക്കറിയോ? അറിയില്ല. എടുത്ത് ഇത് ഞാനാ. ഒരു കാര്യം അറിയാനേട്ടാ, നമ്മുടെ ഗോപൻ എന്ന് എന്ത് ഡ്രസ് ഇട്ടിരുന്നേ? അല്ലല്ല, കളർ എന്തായിരുന്നു? എന്ത്? ചുവന്ന ഷർട്ടും കറുത്ത പാൻറ്റും. ശരി. ഒന്നുമില്ല, പേടിക്കൊന്നും വേണ്ട. ഞാൻ ആരോടെങ്കിലും ചോദിക്കാനായിട്ടാ. ശരി. അരുണ നീ പൊക്കോ. മുളടിച്ച വാള് വെച്ചിലി പോയുടെ കൈ. ഒന്നിനും നീ പറയുന്നത് ഞാൻ കേൾക്കുക, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് നീ കേൾക്കുക. ഇപ്പൊ തൽക്കാലം ഞാൻ പറയുന്നത് നീ കേൾക്കുക, മനസ്സിലായ? മുളടിച്ച വാള് വെച്ചിലി അവിടെ അടി. നീയാണോ എന്നെ വീട്ടിൽ കൊണ്ടുപോകണേ, അതോ നീയാണോ എന്നെ വീട്ടിൽ കൊണ്ടുപോകണേ? അല്ല, ദേഷ്യം പിടിപ്പിക്കരുത്. ഇവിടെ എന്നെ കൊണ്ട് നീ ചോപ്പിക്കും. ദൈവേ, ആശുപത്രി അടിച്ച മുല അവിടെ ഇരിക്കിട്ടാ, ഞാൻ പോരാ.
ദൈവമേ സ്വോത്രം പൊള്ളടിച്ചു വാളു വെച്ചിലിവർ പോയി നമ്മുടെ കയ്യിലുള്ള കാശ് മൊത്തം ബാറുകാര് കൊണ്ടുപോയി നോക്കുവിൻ കുടിയേ നമ്മൾ മോന്തിയ മദ്യങ്ങൾ മാതാവേ വണക്കം അവിടെ നിൽക്കാൻ അതിനല്ലാന്ന് എൻ്റെ പൊന്നേ ഇതുള്ളോ ബാക്കി കാശ് ഞാൻ നാളെ തരാം ക്ഷമിക്കണം ഇതെന്തീ നേർച്ചപ്പെട്ടി കിടന്ന് ആടുണ്ടല്ലോ മാതാവേ നിന്റെ തൊളയൊന്നും കാണാനില്ലോ പോട്ടെ നാളെ ഞാൻ വരും മുളടിച്ചു വാള് വെച്ച് ലിവർ പോയി നമ്മുടെ കയ്യിലുള്ള കാശ് മൊത്തം ബാറുകാര് കൊണ്ടുപോയി കപ്പല കിടന്ന് ആടുണ്ടല്ലോ ദൈവേ ആരുണ്ടോ എന്താ അവിടെ സർക്കസ് വാസട്ടെ അതൊക്കെ വാസാണ്ട് നമ്പറല്ലടാ നമ്മുടെ ഗോപനെ കണ്ട ഗോപന അവ അവിടെ കുളത്തിന്റെ കരക്കിരിക്കണ്ടല്ലോ അപ്പൊ നിങ്ങൾ കുളിക്കാനൊന്നും പോയില്ലേ പിന്നെ അവന്റെ അച്ഛൻ ഷാപ്പിൽ ഇരിക്കണ്ടേ ബാക്കിയുള്ളവരെ വാള് വെക്കാൻ പഠിപ്പിച്ചോണ്ടിരിക്കോ അപ്പൊ ശരി വാസട്ടാ ഞാൻ പോവാ സൂക്ഷിച്ചു ആയിക്കോട്ടെ ആയിക്കോട്ടെ അങ്ങനെയാവട്ടെ വാ എന്തടാ നീ നമ്മുടെ ഗോപനെ കണ്ട ഇല്ല ഞാൻ അവനെ കണ്ടില്ല എന്തേ ഉച്ചയ്ക്ക് ശേഷം അവനെ കാണാനില്ലടാ അവൻ്റെ അമ്മ അവനെ കുറച്ച് ചീത്ത പറഞ്ഞായിരുന്നു നീ വാ നമുക്ക് പോയി നോക്കിട്ട് ഞാനൊരു കാര്യം പറയട്ടെ നീ കുളി കഴിഞ്ഞ് പോയിട്ട് കുളത്തിനടിയിൽ ഞാൻ ശവം കണ്ടടാ ശവ ആ നീ മോൻ കണ്ട ചുവന്ന ഷർട്ടാടാ ചുവന്ന ഷർട്ടാ ഞാൻ കണ്ടടാ എന്താടാ അരുണേ അരുണേ എന്താടാ ഇല്ല ഞാൻ വിളിച്ചു പറഞ്ഞിരുന്നു ആ ശരി ശരി ഒരു മിനിറ്റ് ഹോൾഡ് ചെയ്യേ ഏടത്തെ ഇനി അവനങ്ങനെ വഴക്കൊന്നും പറയണ്ട ഇനി അവൻ അങ്ങനൊന്നും ചെയ്യില്ല പ്രതിഭ ഞാൻ പിന്നെ വിളിക്കാം അവൻ വെറുതെ പേടിപ്പിച്ചാടാ ഞാൻ ചെല്ലുമ്പോൾ നമ്മുടെ ചെറുമാവിടെ വീട്ടിലുണ്ടായിരുന്നു കയ്യോടെ ഇങ്ങോട്ട് പൊക്കി കൊടുത്തു നിങ്ങൾ പേടിച്ചോ കുറച്ച് അരുണേ ഡാ പോയിട്ട് ശരി 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 ഗോപന് ചുവന്ന ഷർട്ടായിട്ടിരുന്ന അതെ ഏടത്തിയേ അമ്മ 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 ആ കുളിക്കുക ഗോപനെ കണ്ടാടാ അവനവന്റെ ചെറിയ മാമയുടെ വീട്ടിലുണ്ടായിരുന്നു അമ്മ ഇതേതാ ഡ്രസ്സിന്റെ ബോക്സ് ആകാശിന് പിറന്നാളിന് ഗിഫ്റ്റ് കിട്ടിയില്ലേ ഇന്ന് ഇപ്പൊ അവനത് ഇടണേ ഏത് ആ ചുവന്ന ഷർട്ടാ ആ നല്ല രസണ്ടാ എന്നിട്ട് അവൻ എവിടെ നിന്റെ അടുത്തേക്കാന്ന് പറഞ്ഞിട്ടാണല്ലോ ഇറങ്ങിയത് വന്നില്ലേ എന്താടാ എന്താ പറ്റിയേ എന്താണ് മോനെ എന്താ പറ്റിയേ എന്താ പറ്റിയെന്ന്